Hi everyone, welcome to Comex tutorial. ഈ വീഡിയോയിൽ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്ക് ഫൈനൽ അക്കൗണ്ടിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാണ് ലോസ് എത്രയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? അതിൻ്റെ കറക്റ്റ് ഫിഗർ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് ലോസ് വന്നു എന്നുള്ളത് അനാലിസ് ചെയ്യണമെന്നുണ്ടെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. മോസ്റ്റ് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. Okay, so first point is cost control. Cost control is a process in which we focus on controlling the total cost through competitive analysis. It is a practice which works to align the actual cost in agreement with the established norms. The major techniques which is used in cost control are standard costing and budgetary control. Okay, അപ്പോൾ ഈ ഡെഫിനിഷന് പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മൾ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഷൂ മാനുഫാക്ചറിങ് കമ്പനി. നമ്മളൊരു ഷൂ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഷൂ മാനുഫാക്ചറിങ് ചെയ്യാൻ പോവുകയാണ്. ഷൂ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് എത്രയാണ്, ആ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് കൊണ്ട് നമ്മൾ എത്ര കോസ്റ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് അല്ല ഷൂ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്യും. അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും പറയും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും ആദ്യം ഫിക്സ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപേൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഷൂസ് മാനുഫാക്ചറിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഷൂ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കണക്ക് പ്രകാരം മെറ്റീരിയൽ ഒരു 350, ലേബർ 180 ആൻഡ് ഓവർ ഹെഡ് 110. ഓക്കെ, അങ്ങനെ നമുക്ക് മൊത്തം കോസ്റ്റ് വന്നിട്ടുള്ളത് എത്ര വരും, 350 പ്ലസ് 180 ആൻഡ് 160. ഓക്കെ, 640. അങ്ങനെ 60 രൂപ പ്രോഫിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യും, 700 എന്ത് ചെയ്യാം വിൽക്കാം. സെല്ലിംഗ് പ്രൈസ് 700. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശിച്ചിട്ടുള്ള പ്രൈസ് 700 ആണ്. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, 60. പക്ഷെ നമ്മൾ ഷൂ മാനുഫാക്ചറിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ആക്ച്വൽ ആയിട്ട് വന്നിട്ടുള്ളത് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നത് 370, ലേബർ വന്നിട്ടുള്ള ചാർജ് 180 ആൻഡ് ഓവർ ഹെഡ് വന്നിട്ടുള്ളത് 100. അങ്ങനെ ടോട്ടൽ വന്നിട്ടുള്ള കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ വന്നിട്ടുള്ള ചാർജ് ലേബർ ചാർജ് 200. ഓക്കെ, അങ്ങനെ മൊത്തം വന്നിട്ടുള്ള കോസ്റ്റ് 670. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര വരും, 30. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 700. ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ 60 പ്രോഫിറ്റ് കിട്ടി. പക്ഷെ നമുക്ക് ആക്ച്വൽ വന്നപ്പോൾ 30 പ്രോഫിറ്റ് ഉള്ളൂ. പ്രോഫിറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വഴിയുള്ളൂ. ഒന്നിരിക്കെ സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂട്ടാം. സെല്ലിംഗ് പ്രൈസ് കൂട്ടാം. സെല്ലിംഗ് പ്രൈസ് 700 നിന്ന് 730 ആക്കാം. പക്ഷെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ഫേംസ് അവർ വില കുറച്ചൊന്നും ഉണ്ടാവില്ല, അവരുടെ വില എന്ത് ചെയ്യും, കുറവായിരിക്കും. അപ്പം നമ്മളുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. എന്ന് വെച്ചാൽ സെയിൽസ് വോളിയത്തെ എന്ത് ചെയ്യും, ബാധിക്കും. സെയിൽസ് വോളിയം കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. പിന്നെ ഉള്ളൊരു മെത്തേഡ് കോസ്റ്റിന് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാം. അപ്പം മെയിൻ എന്താ പറയുക, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാണ്. എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കണക്ക് പ്രകാരം 640 നമ്മൾക്ക് കോസ്റ്റ് വരുന്നു. അങ്ങനെ സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് 60, സെല്ലിംഗ് പ്രൈസ് 700. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എത്തിക്കുന്നു.
ഓക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 350 അതിലേക്ക് 350 എന്ത് ചെയ്യും, ചുരുക്കും. 180 ആണ് ലാബർ ചാർജ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്ട്രിക്റ്റ് സൂപ്പർവിഷനൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാബർ ചാർജ് 180 എന്ത് ചെയ്യുന്നു, ഒതുക്കുന്നു. ദെൻ ഓവർ ഹെഡ് വന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 110 പക്ഷെ നമുക്ക് ആക്ച്വൽ വന്നിട്ടുള്ള 100 തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ 100 തന്നെ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് 630 എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. 630 വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 rupees പ്രോഫിറ്റ് എടുത്തിട്ട് 700 എന്ത് ചെയ്യാം, വിൽക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ 350 ആക്കി അല്ലേ. നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിനൊക്കെ ഒരു സിമിലർ ആവുന്ന രീതിയിലേക്ക് കോസ്റ്റിനെ എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്തു. ഓക്കെ. ഈ പ്രോസസ്സിൽ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ആക്ച്വൽ ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. ഓക്കെ. ആ എഫേർട്ടിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഡെഫിനിഷൻ മീനിങ്ങിലേക്ക് പോവാം. കോസ്റ്റ് കൺട്രോൾ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് വി ഫോക്കസ് ഓൺ കൺട്രോളിംഗ് ദി ടോട്ടൽ കോസ്റ്റ് ത്രൂ ദ കോമ്പറ്റീറ്റീവ് അനാലിസിസ്. നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കോസ്റ്റിന് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അത് ചിലപ്പോൾ നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് സൂപ്പർവിഷനിലൂടെ ലാബർ ചാർജ് എന്ത് ചെയ്യുന്നു, കുറക്കും. ഓക്കെ. It is a practice which works to align the actual cost in agreement with the established norms. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിനോട് എന്താ പറയുക ഈക്വൽ ആവുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യാം. The major techniques which is used in cost control are standard costing and budgetary control. ഓക്കെ. അപ്പോൾ ഇതിൽ കോസ്റ്റ് കൺട്രോൾ പ്രോസസ്സിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് അസർട്ടൈൻ ആക്ച്വൽ റിസൾട്ട് കമ്പയറിംഗ് ദി സ്റ്റാൻഡേർഡ്. നമുക്ക് ആക്ച്വൽ വന്നിട്ടുള്ള കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആക്ച്വൽ കോസ്റ്റ് കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് കൂടിയപ്പോൾ നമ്മൾ ആ വേരിയൻസ് അനാലിസ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് കൂടിയത്, എന്തുകൊണ്ടാണ് കുറഞ്ഞത്. അങ്ങനെ കുറയാനുള്ള അല്ലെങ്കിൽ കുറക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. എസ്റ്റാബ്ലിഷിംഗ് ദി ആക്ഷൻ ദാറ്റ് മേ ബി ടേക്കൺ. അപ്പോൾ ആ വേരിയൻസ് ഇപ്പോൾ നമ്മൾ കുറഞ്ഞു, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അത് വീണ്ടും ആ വേരിയൻസ് വന്നാൽ വേരിയൻസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടാണ് കോസ്റ്റ് കൺട്രോൾ. നെക്സ്റ്റ് വൺ, കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ ഇസ് എ പ്രോസസ് വിച്ച് എയിംസ് ടു ലോവർ ദി യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ഓർ സർവീസ് റെൻഡഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് ഇറ്റ്സ് ക്വാളിറ്റി. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയിലൊന്നും അതിന് എഫക്റ്റ് ചെയ്യാതെ തന്നെ പ്രൈസ് എന്ത് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, കോസ്റ്റ് റിഡക്ഷനിൽ കോസ്റ്റ് കൺട്രോളിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ബൾക്കായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്തു അല്ലേ. കോസ്റ്റ് റിഡക്ഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ന്യൂ മെത്തേഡ്സ്, ന്യൂ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ കോസ്റ്റ് റിഡക്ഷനിൽ ന്യൂ ടെക്നോളജിയും അല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജിയും അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ ഷൂ മാനുഫാക്ചറിങ് കമ്പനി, അപ്പോൾ നമ്മൾ ഷൂ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഈ ഷൂസിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബൈ ഹാൻഡ് ആണ് യൂസ് ചെയ്തിരുന്നത്. ബൈ ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അധികം മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു മെഷീനറി എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. മെഷീനറി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീനറി കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നു, വേസ്റ്റേജ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അങ്ങനെ ഒരു ന്യൂ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താണ് ആ കോസ്റ്റിനെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ കോസ്റ്റ് റിഡക്ഷനിൽ ഉള്ള എലമെന്റ്സ് വെച്ചാൽ സേവിങ്സ് ഇൻ പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്. നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിൽ പെർ യൂണിറ്റ് എന്ത് ചെയ്യും, കുറയ്ക്കുന്നു.
ദെൻ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ഷുഡ് നോട്ട് ബി എഫക്റ്റ്. ക്വാളിറ്റിയിൽ എന്ത് ചെയ്യില്ല, എഫക്റ്റ് ഒരിക്കലും വരാൻ പാടില്ല. ദ സേവിങ് ഷുഡ് ബി നോൺ വെലാട്ടൈൽ നാച്ചുറൽ. ആ സേവിങ്സ് എന്ത് ചെയ്യാൻ പാടില്ല, വൊളാട്ടൈൽ ആവാൻ പാടില്ല. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൺട്രോൾ എപ്പോഴും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചിലപ്പോൾ വൊളാട്ടൈലാണ്. പക്ഷേ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കാലാകാലം ആ മെത്തേഡ് എന്ത് ചെയ്യും, നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അത് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് നാച്ചുറാണ്. ഓക്കെ നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോൾ aim at achieving the predetermined cost, whereas cost reduction aim at reduction of cost by finding new way or method to have continuous economy on cost. ഫസ്റ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണോ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കോസ്റ്റിന് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതോടെ അത് കംപ്ലീറ്റ് ആയി. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെ, അങ്ങനെ ഒരു മെത്തേഡിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് കൺട്രോൾ ഇസ് എ ടെമ്പററി പ്രോസസ് ഇൻ നാച്ചുറൽ. കോസ്റ്റ് കൺട്രോൾ ടെമ്പററി ആണ്, എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്, അല്ലേ? അപ്പോൾ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഒരു പറയാൻ പറ്റില്ല. ചിലപ്പോൾ സൂപ്പർവൈസറിൻ്റെ ആ മൂഡും ഇതിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാം. പക്ഷെ ആ സമയം നമ്മളൊരു CCTV ക്യാമറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു പുതിയ ടെക്നോളജിയാണ്. ഒരു CCTV ക്യാമറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾവേസ് അതെന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ സൂപ്പർവൈസ് ചെയ്യും ലേബേഴ്സിനെ. ഓക്കെ, ദെൻ ദ പ്രോസസ്. അപ്പം അതുകൊണ്ട് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് പ്രോസസ്സാണ്. The process of cost control will be completed when the specified target is achieved. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ നമ്മൾ എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. എന്നാൽ പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് നോ വിസിബിൾ എൻഡ്. ഇറ്റ് ഈസ് എ ടാർഗറ്റിംഗ് ഫോർ എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾ എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ് നോക്കുന്നു, കോസ്റ്റ് റിഡക്ഷൻ നോക്കുന്നു, വീണ്ടും പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് പുതുതായിട്ടുള്ള മെത്തേഡ്സും അല്ലെങ്കിൽ പുതിയ ന്യൂ വേ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ളത് ഒരു വിസിബിൾ എൻഡ് ഇല്ല, അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദെൻ കോസ്റ്റ് കൺട്രോൾ ഡസ് നോട്ട് ഗ്യാരണ്ടി quality maintenance of product. However, cost reduction assured 100% quality maintenance. അപ്പോൾ കോസ്റ്റ് കൺട്രോളിൽ ക്വാളിറ്റിയിലുള്ള അഷുറൻസ് 100% അഷുറൻസ് തന്നില്ല. പക്ഷെ കോസ്റ്റ് റിഡക്ഷനിൽ ക്വാളിറ്റി മെയിൻ്റെനൻസിന് 100% എന്താണ് അഷുറൻസ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിഡക്ഷൻ നമ്മൾ ചിലപ്പോൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ മെറ്റീരിയലിൽ ഇപ്പോൾ ലോ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ടൊക്കെ തരും, അല്ലേ? അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് കൺട്രോൾ ഈസ് എ പ്രിവെൻറ്റീവ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് അസർട്ടൈൻ ദി കോസ്റ്റ് ബിഫോർ ഇറ്റ്സ് ഓക്കറൻസ്. ഇതൊരു പ്രിവെൻറ്റീവ് ഫംഗ്ഷൻ ആണ് കോസ്റ്റ് കൺട്രോൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു, അല്ലേ? എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കോസ്റ്റ് റിഡക്ഷൻ ഇസ് തന്നെ കറക്റ്റീവ് ഫംഗ്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റീവ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എക്സ്ട്രാ കോസ്റ്റ് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് വരുന്നു. അതിനെ ആ വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ഫുൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്തിട്ട് പുതിയ ടെക്നോളജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ കറക്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ട് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. Okay, thank you.